ശ്രീ സണ്ണി ജോസഫ്, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. സാറേ, ലോക കായിക ഭൂപടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേരുയർത്തിയ കളിക്കളത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ജിമ്മി ജോർജ് ജനിച്ചു വളർന്ന, കളിച്ചു വളർന്ന, അന്ത്യവിശ്രമം കൊള്ളുന്ന പേരാവൂരിൽ അദ്ദേഹത്തിനൊരു സ്മാരകമില്ല. അമേരിക്കയിൽ സ്മാരകമുണ്ട്, ഇറ്റലിയിൽ സ്മാരകമുണ്ട്, ഡൽഹിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ സ്മാരകമില്ല എന്ന കാര്യം ഞാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞാൻ കൊടുത്ത കത്തിന് അദ്ദേഹം ആ കത്തിൻ്റെ കവറിങ് നോട്ടായിട്ട് ദിസ് എ വെരി ഗുഡ് പ്രപ്പോസൽ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ബഡ്ജറ്റ് സ്പീച്ച് എന്ന് എഴുതി അന്നത്തെ ധനകാര്യമന്ത്രി മാണിസാറിന് കൊടുക്കുകയും മാണിസാറ് ബഡ്ജറ്റിൽ ആ കാര്യം പ്രഖ്യാപിച്ച് പണം അനുവദിക്കുകയും ചെയ്തു. അതിന് ഭരണാനുമതി കിട്ടി. പ്രവൃത്തി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് സാർ. 2,58,00,000 രൂപ അനുവദിച്ച് പേരാവൂരിൽ ജിമ്മി ജോർജ് സ്മാരക സ്റ്റേഡിയം നിർമ്മാണം പ്രവൃത്തി ആരംഭിച്ച് പകുതി വഴിയിൽ നിൽക്കുന്നു. ഇനിയും അതിൻ്റെ നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗാലറി, ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട് സാർ. പേരാവൂരെ ജിമ്മി മാത്രമല്ല, ടിൻഡു ലൂക്ക, അതുപോലെ തന്നെ അഞ്ജു ബോബി ജോർജ്, അതുപോലെ തന്നെ നിരവധി ഗ്രീഷ്മ, അങ്ങനെയുള്ള മിനിമോൾ തുടങ്ങിയ നിരവധിയായിട്ടുള്ള കായിക പ്രതിഭകൾ ജനിച്ചു വളർന്ന, കളിച്ചു വളർന്ന നാടാണ് സാർ. ആ കായിക കുതിപ്പ് ഇന്ന് കായിക കിതപ്പായിട്ട് മാറുകയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം സാർ. ആ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കണം സാർ. സാർ, ജിമ്മി ജോർജ് എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം കായിക കേരളം. പേരാവൂരെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത്തരത്തിൽ പേരാവൂരിന്റെ കായിക പ്രതിഭയാണ് സാർ. ആ പ്രതിഭയെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള പണം അനുവദിക്കണം. ഇതൊരു അഭ്യർത്ഥനയല്ല, അപേക്ഷയല്ല, ഒരു പ്രാർത്ഥനയാണ് സാർ. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വഖഫ് തീർത്ഥാടന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി മിനിസ്റ്റർ. സാർ, നമ്മുടെ കായിക താരം ജിമ്മി ജോർജ് നമ്മുടെ രാജ്യം തന്നെ എന്നും സ്മരിക്കപ്പെടുന്ന ഒരു വലിയ കായിക താരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ സ്റ്റേഡിയം 2012 നവംബർ 23 സർക്കാർ ഉത്തരവ് പ്രകാരം കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിന് 2,58,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയിരുന്നു സാർ. ഇതുപ്രകാരം ഒന്നാം ഘട്ടമായി 1,75,00,000 രൂപയ്ക്ക് 8 വരി മാഡ് ട്രാക്ക് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. പവലിയൻ കെട്ടിടം, ചേഞ്ച് റൂം, ഫുട്ബോൾ കോർട്ട്, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റ് മുഖേന പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ. രണ്ടാം ഘട്ട പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് നമുക്ക് ആ നേരത്തെ അനുവദിച്ച ഫണ്ടിൽ തികയില്ലാത്തൊരു സ്ഥിതി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു സെക്കൻഡ് DPRന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള DPR റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മുടെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാർ.